ഇത്രയും അധികം ആൾക്കാർ ഒത്തുചേരുന്ന ഒരു വേദി ഒരു കവിതയുടെ പുസ്തക പ്രകാശനത്തിനാണ്, ഒരു കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനത്തിനാണ് എന്നറിയുമ്പോൾ തന്നെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുകയാണ്. കാരണം കവിതാ സമാഹാരം എന്നുള്ളത് തന്നെ എത്ര പേർക്കാണ് ഇന്ന് ആകർഷണീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി തോന്നുന്നത് എന്നെനിക്കറിയില്ല. കവിതകളുടെ ഒരു പുസ്തകം എടുത്ത് വായിക്കുക എന്ന് പറയുന്നത് എത്ര പേർക്കാണ് എന്ന് അവരുടെ ഇഷ്ടവിനോദമായി അവകാശപ്പെടാൻ സാധിക്കുക എന്നെനിക്കറിയില്ല. കവിതകളുടെ വായനയുമൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് പരിവർത്തനപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പക്ഷേ സാഹിത്യത്തിൻ്റെ തന്നെ മറ്റ് ശാഖകൾ എത്രമാത്രം പരിവർത്തനപ്പെട്ടിട്ടുണ്ടോ അത്രയധികം കവിതകൾ പരിവർത്തനപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിൽ ശരിയോ തെറ്റോ ഇല്ല. എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ടത്. ലളിതമായി കാഴ്ചയ്ക്കപ്പുറമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഒപ്പിയെടുക്കുവാനുമുള്ള മനുഷ്യൻ്റെ ത്രാണി എന്നുള്ളത് കുറേശ്ശെ പൊലിഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണത് എന്നാണ് ഞാൻ പറയുക. വളരെ പ്രത്യക്ഷമായി നമുക്ക് മുന്നിൽ എന്ത് കാണുന്നുവോ അതിലുപരിയായി അതിന് മീതെയും അതിന് കീഴെയും ഒക്കെയുള്ള പല തലങ്ങളുണ്ട്. ആ തലങ്ങളിലൂടെ കടന്നു പോകുവാൻ ഒരു മാനസികമായും ഭൗതികമായും ആത്മീയമായും ഒക്കെയുള്ള ഒരു സഞ്ചാരത്തിനായി എത്ര പേർക്ക് ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്നെനിക്ക് തോന്നുന്നു. കാരണം കവിത എന്നുള്ളത് ഒരിക്കലും പ്രത്യക്ഷമായി പറയുന്ന വാക്കുകളുടെ ഒരു കൂടിച്ചേരൽ മാത്രമല്ല. കവിതയ്ക്ക് അഴകേകുന്നത് ആ പ്രത്യക്ഷമായ വാക്കുകൾക്കിടയിലുള്ള കവിയുടെ ഒരു കാഴ്ചപ്പാടാണ്. ആ സ്പർശം എന്താണ് എന്നുള്ളത് വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കവിതയ്ക്ക് ഉയിരേകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അക്കിത്തത്തിൻ്റെയോ ബാലാമണിയമ്മയുടെയോ കവിതാ സമാഹാരം പുസ്തകം എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഓഫീസിൽ കയറി വരുന്ന എല്ലാവർക്കും അത് കാണാൻ സാധിക്കും. അത് വെറുതെ ഒന്ന് തുറന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അതൊന്ന് തൊട്ടിട്ടാണ് ഞാൻ പൊതുവെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അതിലെ വാചകങ്ങൾ അതേപോലെ പോയി പറയണം എന്നുള്ള ആഗ്രഹത്തിലല്ല. പലപ്പോഴും അത് പറയാറുണ്ട്. പക്ഷെ അതിലുപരിയായി ആ വാക്കുകൾക്കിടയിലൂടെ ലഭിക്കുന്ന ആന്തരികമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് കവിതയ്ക്ക്. അത് വായനക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥ കവികൾ. നമ്മുടെ സാഹിത്യത്തിലെ എല്ലാ മേഖലകളിലുമുള്ള സുഹൃത്തുക്കളും എനിക്കുണ്ട്. ഒപ്പം എഴുത്തുകാരെ എല്ലാവരെയും ആദരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എന്നിരിക്കലും കവികളോട് ഒരു പ്രത്യേക ഒരു സവിശേഷ ആദരവ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ്. വാക്കുകളുടെ ഇടയിലുള്ള ഒരു ശക്തി എന്താണ് എന്നുള്ളത്, വാക്കുകളുടെ ഇടയിലുള്ള ഒരു മാസ്മരികത എന്താണ് എന്നുള്ളത് ആ വാക്കുകളിലൂടെയല്ല, പക്ഷെ ആ കവിതയിലൂടെ മാത്രമേ നമുക്കത് തിരിച്ചറിയാനാകൂ. അതേ വാക്കുകൾ നിരത്തി നമ്മൾ ഗദ്യമാക്കുമ്പോൾ ആ പദ്യത്തിൻ്റെ ആകാരഭംഗി ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് അതിൻ്റെ ആന്തരിക ഭംഗി എന്നുള്ളത്. അങ്ങനെ സ്വതവേ കവിതകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള ഒരു നിലയിലും കൂടിയാണ് വിമലിൻ്റെ ഈ ഒരു പുസ്തക പ്രകാശനത്തിനൊരു ക്ഷണം ലഭിച്ചപ്പോൾ തീർച്ചയായിട്ടും എത്തിച്ചേരും എന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം ഒന്ന്, സർക്കാർ ഉദ്യോഗസ്ഥർ അതിൻ്റെ ഇടയിൽ വളരെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും കൃത്യനിർവഹണവും ചെയ്യുന്നതിനിടയിലും സർഗശേഷി മറന്നുപോകാതെ അതിന് ചിറകുകൾ നൽകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സർഗാത്മികതയിലൂടെ, ഈ സർഗപ്രകാശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജമുണ്ട്. കവിക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ഞാൻ ആദ്യം വായനക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതിയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ കവിക്ക് സ്വയം ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം എന്നുള്ളത് ഒരിക്കലും അടക്കി വെക്കാനായിട്ട് സാധിക്കില്ല.
അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കൃത്യനിർവഹണത്തിലും നമ്മുടെ സാമൂഹികമായിട്ടുള്ള മറ്റ് ഇടപെടലുകളിലും എല്ലാം പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഉദ്യോഗസ്ഥനും കൂടി ആയിരിക്കും വിമൽ എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അതെനിക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകം കയ്യിലെടുത്തപ്പോൾ അതിലെ രണ്ടാമത്തെ ഒരു കവിത, ആദ്യത്തെ കവിത പൂർവ്വ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ഒരെണ്ണമായിരുന്നു. രണ്ടാമത്തെ പൂർവ്വ വിദ്യാർത്ഥിനി എന്നുള്ളൊരു കവിതയാണ്. രണ്ടാമത്തെ ഒരു കവിത 2 അയൽ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞൊരു കവിതയാണ്. ഒറ്റ ഇരിപ്പിന് വേണമെങ്കിൽ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകമാണ്. പക്ഷെ ഒറ്റ ഇരിപ്പിൽ മനസ്സിലാക്കി തീർക്കാൻ പറ്റുന്ന പുസ്തകമല്ല. അതാണ് കവിതയുടെ ഭംഗി എന്ന് പറയുന്നത്. അതുമായിട്ടൊരു നേരിട്ടുള്ള ബന്ധമില്ലെങ്കിലും അതേ പേരിലുള്ള ഒരു കഥ ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയിൽ വരികയായിരുന്നു. നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള ഒരു കഥയാവാം. ഒരിക്കൽ ഒരു സന്യാസി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന, കുട്ടിക്കാലത്ത് വായിച്ചൊരു കഥയാണ്. ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സന്യാസി, ആ വഴിയെ ആ ഗ്രാമത്തിലേക്ക് 2 യാത്രക്കാർ വരികയാണ്. ആദ്യത്തെ യാത്രക്കാരൻ അടുത്തുള്ള ഒരു നഗരത്തിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് ചേക്കേറി താമസിക്കുവാനായിട്ട് വരികയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് അയാൾ നടന്നു വരുമ്പോൾ മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ട്. ഈ നഗരത്തിൻ്റെ ഒരു മിന്നിത്തിളങ്ങുന്ന ജീവിതത്തിൽ നിന്നും ഈ ഒഴിഞ്ഞു മാറിയ ഗ്രാമത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അയാളുടെ മനസ്സിലുണ്ട്. അപ്പം അയാൾ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ഗുരുവിനെ കണ്ട് ചോദ്യം ചോദിക്കുകയാണ്, ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ എങ്ങനെയാണ്? ഞാനിവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന ഒരാളാണ്. ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ പൊതുവെ എങ്ങനെയാണ് എന്നുള്ളൊരു അഭിപ്രായം ആരായുകയാണ്. അപ്പോൾ ഗുരു തിരിച്ച് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. താങ്കൾ വന്ന ഇടത്തിൽ ഉള്ള ആളുകൾ എങ്ങനത്തെ ആളുകളായിരുന്നു എന്ന്. താങ്കൾ എവിടെ നിന്നാണോ വരുന്നത് ആ നഗരത്തിലെ ആളുകൾ എങ്ങനത്തെ ആളുകളായിരുന്നു എന്ന്. അപ്പോൾ അയാൾ തിരിച്ച് മറുപടി പറയുകയാണ്, പരസ്പരം ആരും തിരിഞ്ഞു നോക്കാതെ, ആരും ഒന്നും സഹായിക്കാതെ, ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കി ഒരു ഓട്ടപ്പാച്ചിലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യർ മാത്രമായിരുന്നു. യാതൊരു ദയയും കണ്ണിൽ തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത, സ്നേഹമില്ലാത്ത കുറേ മനുഷ്യരായിരുന്നു ആ നഗരത്തിലുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ തിരിച്ച് ഗുരു, അയാൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇത് സ്വച്ഛന്തമായൊരു ഗ്രാമമാണ്, അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും അല്ല എന്നാണ് ഗുരു പറയാൻ പോകുന്നതെന്നാണ് അയാൾ പ്രതീക്ഷിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ തിരിച്ച് ഗുരു പറയുകയാണ്, ഇവിടുത്തെ ആളുകൾ എന്നാൽ അങ്ങനെ തന്നെയാണ് എന്ന്. ഏതാ, ഇവിടെയും നിൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ് ഭവിക്കാൻ പോകുന്നത് എന്ന്. കുറേ കഴിഞ്ഞ് അടുത്തൊരു യാത്രക്കാരൻ വരികയാണ്. ആ യാത്രക്കാരനും മറ്റൊരു നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ്. ആ യാത്രക്കാരൻ ഇതേ ചോദ്യം ഗുരുവിനോട് ചോദിക്കുന്നു. ഗുരു അതേ മറു ചോദ്യം തിരികെ ചോദിക്കുന്നു. പക്ഷെ അയാളുടെ ഉത്തരം, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം എനിക്കേറെ പ്രിയപ്പെട്ട ഒരു നാടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് സുഖവും ദുഃഖവും എല്ലാം പങ്കിട്ട് കഴിഞ്ഞിരുന്ന ഒരു നാടായിരുന്നു അത്. അവിടെ നിന്നും ഇങ്ങോട്ട് വിട്ടുമാറേണ്ടി വന്നു എന്നുള്ളതിൽ എനിക്ക് ചെറിയ വിഷമമുണ്ട്. പക്ഷേ എൻ്റെ ജോലിയും മറ്റ് ചുമതലകളുമെല്ലാം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഗുരു അയാളോട് തിരിച്ച് മറുപടി പറഞ്ഞു, എന്താണ്? അതുപോലെ തന്നെ ആയിരിക്കും ഈ നാടും നിനക്ക് എന്ന്. വന്ന് എത്തിച്ചേർന്ന നാട് രണ്ടും ഒന്ന് തന്നെയാണ്. അവിടുത്തെ മനുഷ്യരും ഒന്ന് തന്നെയാണ്, ഗുരുവും ഒന്ന് തന്നെയാണ്. പക്ഷെ യാത്രക്കാർ രണ്ടിടത്തു നിന്ന് വന്നപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞത്, ഞാൻ എവിടെ നിന്നും വരുന്നുവോ അവിടെയുള്ള നാടും വ്യക്തികളും സമൂഹവും ഇടപെടലുകളും എല്ലാം മഹാമോശമായിരുന്നു എന്നാണ്. രണ്ടാമത്തെ ആൾ, ഞാൻ വന്ന സ്ഥലം എന്ന് പറയുന്നത്, എവിടെ നിന്നാണോ ഞാൻ ആരംഭിച്ചത് അവിടെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സമൂഹമാണ് എനിക്കുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതാണ് നിങ്ങൾക്കും തിരികെ ലഭിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാകുന്നുവോ അങ്ങനെയാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ ചുരുളഴിയുക എന്നുള്ളത്. മറ്റുള്ളവരോടും സമൂഹത്തിനോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനം എന്നുള്ളതാണ് ഗുരു പറഞ്ഞ ആ ഒരു
പാഠത്തിലെ അന്തസത്ത എന്ന് പറയുന്നത്. ആണ് ആ സെൽഫി എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ കഥയുടെ ഒരു ആധുനിക വെർഷനാണ് ശരിക്കും നമ്മൾ ഫിൽറ്റർ ഇട്ട് സെൽഫി എടുക്കുക എന്നുള്ളത്. നമ്മളെ നമ്മൾ തന്നെ കാണുമ്പോൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ഫിൽറ്റർ ഇട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാനും കഴിയും. അത്തരത്തിലുള്ള വ്യത്യസ്ത ഫിൽറ്ററുകൾ, കാഴ്ചപ്പാടുകൾ കവിതകളിലൂടെ നൽകുകയാണ് ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ